കേരള രാഷ്ട്രീയത്തിലെ സകല നേതാക്കളെയും ഞെട്ടിച്ചുകൊണ്ട് മാസ് എൻട്രി നടത്തുകയാണ് ചാണ്ടിയുമ്മൻ. നേതാക്കൾ മനസ്സിൽ കാണുമ്പോൾ ചാണ്ടിയുമ്മൻ മാനത്ത് കാണുന്നു എന്ന് വേണം പറയാൻ. തന്റെ പിതാവിന്റെ 2ാം വാർഷികത്തോടനുബന്ധിച്ച് CPM-ന്റെ കരുത്തുറ്റ വനിതാ നേതാവിനെ കോൺഗ്രസിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് CPM മന്ത്രിയുടെ കസേര തന്നെ തെറിപ്പിക്കാനുള്ള പണിയെടുത്തിരിക്കുകയാണ്. കോൺഗ്രസ് നടത്തുന്ന എല്ലാ നീക്കങ്ങളും വളരെ ശ്രദ്ധാപൂർവം കരുതിക്കൂട്ടി ഉള്ളതാവുമ്പോൾ അവിടേക്ക് മാസ് എൻട്രി നടത്തുകയാണ്. പറഞ്ഞു വരുന്നത്, കൊട്ടാരക്കര പോലെ CPM-ന്റെ കുത്തക മണ്ഡലത്തിലാണ് ഇപ്പോൾ വലിയ ഒരു മാറ്റം കോൺഗ്രസ് കൊണ്ടുവരുന്നത്. കൊട്ടാരക്കരയിൽ രാജാവിനെ പോലെ വാഴ്ത്തിരുന്ന ബാലകൃഷ്ണപിള്ളയെ പോലും തോൽപ്പിച്ച് കരുത്തു കാട്ടിയ ഐഷ പോറ്റി കോൺഗ്രസിന് കൈകൊടുക്കുകയാണ്. 2006-ലാണ് ഐഷ പോറ്റി ബാലകൃഷ്ണപിള്ളയെ തോൽപ്പിക്കുന്നത്. പിന്നീട് 2011-ലും 2016-ലും അവർ ഇതേ കൊട്ടാരക്കരയിൽ നിന്ന് മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്ത ഒരു ശക്തയായ ജനപിന്തുണയുള്ള തെക്കൻ കേരളത്തിലെ നേതാവ് കൂടിയാണവർ. അത്തരത്തിലുള്ള ഒരു നേതാവിനെ കോൺഗ്രസിലേക്ക് എത്തിക്കുന്നതിലൂടെ ധനമന്ത്രി ബാലഗോപാലിന്റെ സീറ്റ് തെറിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. മികച്ച ഭൂരിപക്ഷത്തിൽ CPM വിജയിച്ചു കയറിയിരുന്ന കൊട്ടാരക്കര പോലെ ഒരു മണ്ഡലത്തിൽ 2021 രശ്മി ആർ എന്ന് കൊട്ടാരക്കരയിലെ ഒരു കോൺഗ്രസിലെ സാധാരണ വനിതാ നേതാവിനോട് കഷ്ടിച്ചാണ് വിജയിച്ചത്. 10,000 വോട്ടിന്റെ മാത്രം ഭൂരിപക്ഷമാണ് ബാലഗോപാൽ അവിടെ നേടിയത്. അവിടേക്കാണ് ഐഷ പോറ്റി കോൺഗ്രസിന് കൈകൊടുക്കാനായി ഒരുങ്ങി പുറപ്പെട്ട് ഉമ്മൻചാണ്ടി അനുസ്മരണ പരിപാടിയിലേക്ക് വരുന്നത്. CPM നേതൃത്വവുമായുള്ള വിയോജിപ്പിനെ തുടർന്ന് കുറച്ചു കാലമായി പാർട്ടി പരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് ഐഷ പോറ്റി. CPM ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നിട്ടും ജില്ലാ സമ്മേളനത്തിൽ അവർ പങ്കെടുത്തിരുന്നില്ല. ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു. നിലവിൽ CPM-ന്റെ ഒരു ഘടകത്തിലുമില്ല. അഖിലേന്ത്യാ ലോയേഴ്സ് യൂണിയൻ സംസ്ഥാന ട്രഷററാണെങ്കിലും ചുമതലയിൽ നിന്ന് ഒഴിവാക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് അവർ. ഐഷ പോറ്റിയെ പാർട്ടിയിൽ എത്തിക്കാൻ കോൺഗ്രസിലെ ഒരു വിഭാഗം ശ്രമം തുടങ്ങിക്കഴിഞ്ഞു. കോൺഗ്രസ് കൊട്ടാരക്കര നഗരസഭാ പ്രവർത്തക ക്യാമ്പിൽ അവരെ പുകഴ്ത്തി രാഷ്ട്രീയ പ്രമേയം അവതരിപ്പിക്കുകയും ചെയ്തു. പാർട്ടിയുടെ വാതിലുകൾ ഐഷ പോറ്റിക്കായി തുറന്നിട്ടിരിക്കുകയാണെന്ന് പ്രമേയത്തിൽ പറഞ്ഞിരുന്നു. കൊട്ടാരക്കരയിൽ UDF സ്ഥാനാർത്ഥിയാക്കുമെന്ന് പ്രചാരണവുമുണ്ടായി. ഉമ്മൻചാണ്ടി അനുസ്മരണമെന്ന കോൺഗ്രസ് പരിപാടിയിൽ എത്തുന്നതോടെ ഐഷ പോറ്റിയുടെ നിലപാട് പുറത്തേക്ക് വരുമെന്നാണ് പ്രതീക്ഷ.